ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിൽ 2024-25 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്വാന്തന പരിചരണം പാലിയേറ്റീവ് വാളണ്ടിയർമാർക്കുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. പാലിയേറ്റീവ് കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ സനോജ് AK, സെക്കൻഡറി പാലിയേറ്റീവ് നഴ്സ് രേഷ്മ K എന്നിവർ ക്ലാസ് എടുത്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ബാലകൃഷ്ണൻ, ഷാന്റി കലാധരൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷരീഫ് V, ഗ്രേസി തോമസ് എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. ഏത് മതത്തിന്റെ വിശ്വാസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാമായാലും ഹൈന്ദവരായാലും ബുദ്ധമതമായാലും ക്രിസ്ത്യാനിറ്റി ആയാലും ഏതായാലും അതിന്റെ പ്രധാനപ്പെട്ട വിശ്വാസം എന്താ? അവനവനെക്കാളും കൂടുതൽ മറ്റൊരാളുടെ സുഖത്തിന് വേണ്ടി ജീവിക്കണമെന്ന് പറയുന്ന ശ്രീനാരായണ ഗുരു. നമ്മളെ ദൈവത്തെ തെരഞ്ഞ് ലോകം മുഴുവൻ ടോർച്ചും കത്തിച്ച് നടന്നിട്ട് ദൈവത്തെ കാണാതെ അവസാനം സ്വന്തം വീടിന്റെ തൊട്ടടുത്ത വീട്ടിൽ കിടപ്പിലായ രോഗിയുടെ അടുത്ത് പോയിട്ട് അയാളെ സംരക്ഷിക്കാത്തവർ ഇസ്ലാമിക വിശ്വാസത്തിൽ അങ്ങനെ കഥ പറയാറുണ്ട്. ദൈവത്തിനടുത്ത് ചെല്ലുമ്പോൾ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം, അങ്ങനെ പോകുന്നതാണല്ലോ അധികം വിശ്വസിക്കുന്നത്, ഞാൻ രോഗിയായി കിടന്ന് നരകിച്ച ആ പടച്ചോനാണ് തൊട്ടടുത്ത വീട്ടിൽ അങ്ങനെ കിടക്കുന്നതെന്ന് വിശ്വസിക്കുമ്പോഴേ ഒരാളുടെ മതബോധം പോലും പൂർത്തിയാകുന്നുള്ളതാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. അപ്പം മതബോധത്തിന് അത് വേണം, രാഷ്ട്രീയബോധത്തിന് അത് വേണം. ഒരു മനുഷ്യനാകണമെങ്കിലും തൊട്ടടുത്ത് ഈ ആളുകളെ കാണാനുള്ള കണ്ണ് നമുക്ക് വേണം. ആ കണ്ണൊക്കെ നമുക്കുണ്ട്, നമ്മുടെ തിരക്കുകളിൽ അത് വിട്ടുപോയെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യവകുപ്പിനെയും പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വലിയൊരു സ്വപ്ന പൂർത്തീകരണത്തിന്റെ തുടക്കമാണിത്. അത് മനസ്സിൽ തട്ടുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കുറേ കാലമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ചെറുപുഴ പഞ്ചായത്തിൽ മാത്രമല്ല, നമ്മുടെ ഈ മേഖലയിൽ ഒന്നുമില്ലാത്ത ഒരു കൂട്ടായ്മയാണ് ഈ പാലിയേറ്റീവ് സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടായ്മ. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് നിലവിലുള്ള ഭരണസമിതി അതിന്റെ തുടക്കം മുതൽ തന്നെ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. നമ്മുടെ പുളിങ്ങോം ആരോഗ്യ കേന്ദ്രത്തിനോട് ചേർന്നുകൊണ്ട് ഒരു ജനകീയ കൂട്ടായ്മയോടെ പാലിയേറ്റീവ് രംഗം കൂടുതൽ വിപുലമാക്കണമെന്ന് നമ്മൾ ഈ വർഷം അത് പദ്ധതി വെച്ച് അത് പ്രാവർത്തികമാക്കുകയാണ്. അപ്പോൾ അതിലേക്ക് സഹകരിക്കാനായി ധാരാളം സുമനസ്സുകൾ ഓരോ വാർഡുകളിൽ നിന്നും തയ്യാറായി വന്നിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കരുണ ഇനിയും പറ്റാതെ ഉണ്ട് എന്നതിന് നേർസാക്ഷ്യമായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പാലിയേറ്റീവ് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാധ്യമപ്രവർത്തകരെ, ഷെരീഫ് സ്വാഗത പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ തന്നെ പരസ്യമായി കുറ്റസമ്മതം നടത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം നടന്ന വികസന സെമിനാറിൽ ഞാൻ ഈ പാലിയേറ്റീവിനെ കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ അത് കുറച്ചുകൂടെ ഒരു മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ നിങ്ങളെല്ലാവരെയും എൻ്റെ മുന്നിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. വലിയ അധ്വാനമൊന്നുമില്ലാതെ ഇത്രയും പേരെ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞപ്പോൾ ഇത് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള ആ തോന്നൽ വീണ്ടും വർദ്ധിക്കുകയാണ്. പക്ഷേ അത് പറയുന്നതിൽ അർത്ഥമില്ല. ഒരിക്കലും ചെയ്യാത്തതിനേക്കാൾ മെച്ചപ്പെട്ടതാണ് അല്പം താമസിച്ചാണെങ്കിലും തുടങ്ങാൻ കഴിയുക എന്നാണ് പറയുന്നത്. ആ നിലയിലേക്ക് ഇതിനെ എടുക്കുക. നിങ്ങളാരും സാന്ത്വന പരിചരണ രംഗത്ത് പുതിയ ആൾക്ക് പേരുമൊക്കെ പറഞ്ഞു വരുമ്പോൾ വോളണ്ടിയർ എന്നൊക്കെ വിളിക്കുമ്പോൾ പുതുതാണെങ്കിലും നിങ്ങളാരും ഇതിൽ പുതിയതാണെന്ന് വിചാരിക്കുന്നില്ല. ഞാൻ നമ്മുടെ പഞ്ചായത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഈ പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കാൻ മനസ്സുള്ളവരാണ് എന്ന് മനസ്സിലാക്കുന്ന കൂട്ടത്തിലാണ്. ഇന്നലെ ഉച്ച ഒരു 3 മണിയായപ്പോൾ ഞാൻ ജോസ്ഗിരിയിൽ പോയിട്ട് മടങ്ങുന്ന വഴിക്ക് ഒരു സ്ത്രീ എന്നെ വിളിച്ചു. സാറേ, എനിക്കപ്പോൾ സ്വരം പരിചയമുണ്ടെങ്കിലും ആളെ മനസ്സിലായില്ല. പിന്നെ എൻ്റെ വാർഡിൽ തന്നെയുള്ളതാണ്. ഇന്നടുത്ത ആള് ഇങ്ങനെ അമ്മ വീണിട്ട് 3 ദിവസമായി, ഇളയ മകൻ്റെ കൂടത്തിലാണ് ഉള്ളത്, പക്ഷേ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഞങ്ങൾ ചെന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് സാറിനെ വിളിച്ചതെന്ന്. അതാണ് പാലിയേറ്റീവ് പ്രവർത്തനം. അമ്മ അമ്മ വീണു എന്നറിഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് അവിടെ പോകാൻ വേണ്ടി പറ്റിയത്. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരവിടെ ചെന്നു.
ചെന്നപ്പോൾ സംഗതി അത്ര മെച്ചപ്പെട്ട അവസ്ഥയിലല്ല. ആ സ്ത്രീ എന്നോട് ചോദിച്ചു, ഞങ്ങൾ കുളിപ്പിച്ചാൽ അത് കുഴപ്പമാവുമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ കുളിപ്പിക്കും, അതിൻ്റെ കുഴപ്പം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ കുളിപ്പിച്ചോ. അപ്പോൾ എനിക്ക് അവരുടെ മകനെ അറിയാമായിരുന്നു. മകനെ വിളിച്ച് ആദ്യം വിവരം അറിഞ്ഞതുപോലെ സംസാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞില്ല, മരുന്നൊക്കെ വാങ്ങിയതാണെന്നാണ് പറഞ്ഞത് സാറേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് പറ്റില്ല, നീ എന്തായാലും അടിയന്തരമായി പോകണം, ഇനി അമ്മയല്ലേ, പോയിട്ട് തിരിച്ചു വന്നാൽ മതി, ഒന്നുമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, തിരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു, ഇവൻ വൈകുന്നേരം ആകുമ്പോഴും വന്നില്ലെങ്കിൽ എന്നെ വിളിക്കണം എന്ന്. പക്ഷെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇവരുടെ ഒരു ബന്ധുവിൻ്റെ ഫോൺ കോളാണ് വന്നത്, ആംബുലൻസ് വേണം, ഇപ്പോൾ കാക്കയഞ്ചാൽ ആശുപത്രിയിലാണ്, അതിനെ പരിയാരത്തേക്ക് കൊണ്ടുപോകണം. പിന്നെ ആംബുലൻസൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. നമ്മുടെ ആംബുലൻസ് അല്ല, വേറെ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് കൊടുത്തു. അവരെന്തായാലും ഇപ്പോൾ പരിയാരത്ത് ചികിത്സയിലാണ്. അങ്ങനെ നിരവധി ആളുകൾ കിടപ്പ് രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാട് സാഹചര്യവും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.